പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുവാനും ജീവന്റെ സമൃദ്ധിയില് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും വേണ്ടി അങ്ങയുടെ ഏകജാതനെ ഞങ്ങൾക്കായി അയച്ചുകൊണ്ട് ഏകജാതനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട കടങ്ങളുടെ പൊറുതിയുടെ ബലിയിലൂടെ ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഞങ്ങളുടെയും പാപത്തിന് കടങ്ങൾക്ക് പൊറുതിയായിക്കൊണ്ട് ജീവനർപ്പിച്ച് ബലിയർപ്പിച്ച കർത്താവിന് കുരിശുമരണത്തോട് ചേർത്ത് വച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ തലമുറയെ വിശുദ്ധീകരിക്കുവാനും കടങ്ങൾ വീട്ടിക്കൊണ്ട് യഥാർത്ഥമായ സ്വാതന്ത്ര്യവും വിമോചനവും പ്രാപിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ പുണ്യദിനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അതിനായി ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ തലമുറയെ അങ്ങ് തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബവൃക്ഷത്തിന്റെ കടങ്ങളുടെ പൊറുതിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ മേഖലകളിലുമുള്ള കടങ്ങളുടെ പൊറുതിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കടങ്ങൾ വീട്ടി ഞങ്ങളെ വീണ്ടെടുത്ത് മോചിപ്പിച്ച് അനുഗ്രഹിക്കണമേ. അതിന്റെ അഭിഷേകം, അതിന്റെ വിടുതൽ, അതിന്റെ സൗഖ്യം, അതിന്റെ സമാധാനം, അതിന്റെ വലിയ സ്വാതന്ത്ര്യം അങ്ങയുടെ മക്കൾക്ക് എല്ലാം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട ബലിയുടെ അനന്ത യോഗ്യതകളും ഫലങ്ങളും നിറച്ച് ദൈവമായ കർത്താവ് എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. യോസേപ്പിതാവിന്റെ ഉണ്ണീശോയുടെ സജീവ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന കടങ്ങളുടെ മേഖലയിൽ മൂലപാപത്തിന്റെ അവസാനത്തെ ഏഴാമത്തെ മൂലപാപമായ മടി, അലസത. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് സമയം നൽകി, ആരോഗ്യം നൽകി, സാഹചര്യം നൽകി. അത് നമ്മൾ അധ്വാനിച്ച് ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ പറയുന്ന പോലെ യുദ്ധം ചെയ്ത് ഓട്ടം പൂർത്തിയാക്കി നമ്മൾ വിജയം കൈവരിക്കണം. എന്നാൽ അലസതയും മടിയും ഒക്കെ ഇന്ന് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിതങ്ങളെ ഒത്തിരിയേറെ നശിപ്പിച്ച് തകർത്ത് കളയുക മാത്രമല്ല, ആ നഷ്ടപ്പെടുത്തി കളഞ്ഞ സമയത്തിലൂടെ, സാഹചര്യത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട ഒത്തിരി സമ്പത്തുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, സമൃദ്ധിയുണ്ട്. അതെല്ലാം നമ്മുടെ കുടുംബത്തിനും ജീവിതത്തിനും വലിയ കടമായിട്ട് മാറുക. അലസത നാശത്തിന്റെ അടിസ്ഥാനമാണ്. അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണ്. മടിയൻ മുടിയന്റെ പുത്രനാണ് എന്നൊക്കെ വചനത്തിൽ പറയുന്നുണ്ട്. മടി പിടിച്ചിരുന്നാൽ അല്ലെങ്കിൽ അലസതപ്പെട്ടിരുന്നാൽ നമുക്കൊരിക്കലും വളരാൻ പറ്റത്തില്ല. നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കര മടി, അലസത. പള്ളിപ്പോവാൻ മടി, പ്രാർത്ഥിക്കാൻ മടി, പഠിക്കാൻ മടി, ജോലി ചെയ്യാൻ മടി. അലസതയില് ഇങ്ങനെ കുത്തിയിരുന്ന് സമയം കളഞ്ഞ് വ്യർത്ഥഭാഷണത്തില്, മറ്റു പല വ്യാപാരങ്ങളില്, മറ്റു പല കളികളില്, അല്ലെങ്കിൽ മറ്റു പല പ്രവൃത്തികളില് ചെയ്യേണ്ട കാര്യം ചെയ്യാതെ സമയം, നമുക്കറിയാം സമയം ദൈവത്തിന് ദാനമാണ്. ആ സമയം നമ്മൾ ശരിക്കും വിനിയോഗിക്കണം. ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഓരോ, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഓരോ മിനിറ്റുകളും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആ സമയം ഉപയോഗിക്കാതെ അത് വേണ്ട വിധത്തില് സമയം ശരിക്കും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാല് എന്തുമാത്രം പഠിച്ചു ജയിക്കാം, എന്തുമാത്രം സമ്പാദിക്കാം, എന്തുമാത്രം ജോലി ചെയ്യാം, കൃഷി ചെയ്യാം. ഒത്തിരി പറഞ്ഞാൽ തീരാത്തത്ര അനുഗ്രഹങ്ങളും കാര്യങ്ങളുമാണ് ദൈവമായ കർത്താവ് നമുക്ക് നൽകിയ സമയം. പിന്നെ ചില സമയമുണ്ട് പഠിക്കാനുള്ള സമയം. ആ സമയത്ത് മടി പിടിച്ച് ആ സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ സമയം തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ച് ധ്യാനിച്ചു പോകുമ്പോ നമ്മുടെ കുടുംബ വൃത്തത്തിൽ ഈ അലസതയുടെയും മടിയുടെയും മേഖലയില് നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഒത്തിരിയാണ്. അതിലൂടെ വന്നു കയറിയ കടങ്ങളും വളരെ വലുതാണ്. ഒത്തിരിയേറെ മക്കള് ഈ മേഖലയില് ഒത്തിരി നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ പാരമ്പര്യത്തിൽ നോക്കിക്കോ. നമ്മുടെ ഇനി പാരമ്പര്യത്തിലേക്ക് പോണേക്കാളും മുമ്പ് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കിക്കേ. എന്തുമാത്രം ഞാനൊക്കെ ആരാധനയ്ക്കിരിക്കുമ്പോ അലസതയിലും മടിയിലും
ചെയ്യാമായിരുന്ന കാര്യങ്ങൾ ചെയ്യാതെ ഒത്തിരി പഠിക്കാമായിരുന്നു, ഒത്തിരി കൃപയിൽ വളരാമായിരുന്നു, ഒത്തിരി സമയം പ്രാർത്ഥിക്കാമായിരുന്നു. ഇനി പ്രാർത്ഥിക്കുമ്പോ തന്നെ അലസതയിലും മടിയിലുമൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞ എത്രയോ സമയം. ആ കടങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ നമ്മൾ ഈ കടങ്ങളുടെ മേഖലയില് ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഇതൊക്കെ വച്ചിരുന്ന് ചിന്തിക്കുമ്പോ ധ്യാനിക്കുമ്പോ പേടിയായിട്ട് പാടില്ല. കാരണം ഇതുമാത്രം കടങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും ജീവിതത്തില് ഇതിലൂടെ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്തുമാത്രമായിരിക്കും. അങ്ങനെ അങ്ങ് നോക്കുമ്പോ നമ്മുടെ കുടുംബത്തിൽ ഈ മടിയുടെയും അലസതയുടെയും മൂലപാപത്തിൽ നിന്ന് വന്ന കടങ്ങൾ ഇങ്ങനെ കുമിഞ്ഞ് കിടക്കുന്നുണ്ട്. സമ്പാദിക്കാമായിരുന്ന സമയത്ത് സമ്പാദിക്കാതെ, പഠിക്കാമായിരുന്ന സമയത്ത് പഠിക്കാതെ, ജോലി ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്യാതെ, ബിസിനസിന്റെ ആ കാര്യത്തിൽ അത് ശ്രദ്ധയോടെ ചിട്ടയോടെ ചെയ്യാതെ, ഡിസിപ്ലിനില്ല, ചിട്ടയില്ല, എന്തും ഏതും മടി പിടിക്കാതെ ഉത്സാഹത്തോടെ. മടിയുടെ എതിരെന്താണ്? പുണ്യം. ഉത്സാഹത്തോടെ തീക്ഷ്ണതയോടെ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോ ഇതുമാത്രം കൃപകള്. ഇന്ന് പൗരോഹിത്യത്തിൽ മടി പിടിച്ചിരിക്കുന്ന അച്ഛന്മാര് പ്രാർത്ഥിക്കത്തില്ല. സന്യാസ ജീവിതത്തിൽ മടി പിടിച്ചിരിക്കുന്നവര് എന്തുമാത്രം ചെയ്യാമായിരുന്നു. നമ്മുടെ സഭയ്ക്ക്, വൈദികർക്ക്, സന്യസ്തർക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ യുവമക്കൾക്ക്, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് താന്താങ്ങളായിരിക്കുന്ന ഓരോ മേഖലയിലും എന്തുമാത്രം ചെയ്യാമായിരുന്നു. അവിടെയൊക്കെ മടി പിടിച്ച് അലസതപ്പെട്ടിരുന്ന് പ്രിയപ്പെട്ടവരെ നഷ്ടങ്ങൾ വരുത്തിയവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ഇന്ന് ഈ മേഖലയിൽ കർത്താവിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് ഈശോ പറയും, കർത്താവ് അന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞ അലസതയിലൂടെ, മടിയിലൂടെ നഷ്ടപ്പെടുത്തി കളഞ്ഞ കൃപകള്, സമ്പത്ത്, സൗകര്യങ്ങള്, ഒത്തിരിയേറെ സ്ഥാനമാനങ്ങള് എവിടെ എത്താമായിരുന്നു. പ്രത്യേകിച്ചും പ്രാർത്ഥനയുടെ കാര്യത്തിലൊക്കെ ഭയങ്കര അലസത. ഇവിടെവരെ അതിലൂടെയൊക്കെ എന്തുമാത്രം കൃപ സ്വീകരിക്കാമായിരുന്നു. ഈശോ ബന്ധത്തിൽ വളരാമായിരുന്നു. ശരിക്കും ഈ മേഖലയൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സങ്കടം വരും, ഭയങ്കരമായ നിരാശ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ല, പോസിറ്റീവായിട്ടുള്ള ചില നഷ്ടബോധങ്ങൾ വരും. അതുകൊണ്ട് ഇത് വലിയ കടമാണ് മക്കളെ. നമ്മുടെ കുടവൃക്ഷത്തിൽ ഇങ്ങനെ കുഞ്ഞു കിടക്കുന്ന ഈ മടിയുമായിട്ട് ബന്ധപ്പെട്ട കടങ്ങളുടെ പൊറുതിക്കായിട്ടെന്ന് പ്രത്യേകമായത് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്കും ഒരു തീരുമാനമെടുക്കാം. സമയം നഷ്ടപ്പെടുത്തി കളയാതെ, സാഹചര്യം നഷ്ടപ്പെടുത്തി കളയാതെ, പഠിക്കേണ്ട സമയം, ജോലി ചെയ്യേണ്ട സമയം, പ്രാർത്ഥിക്കേണ്ട സമയം, ശുശ്രൂഷ ചെയ്യേണ്ട സമയം, നന്മ ചെയ്യേണ്ട സമയം, അതൊക്കെ വെറുതെ മടി പിടിച്ച് വ്യർത്ഥഭാഷണത്തില് അലസതയില് നശിപ്പിച്ച് തകർത്ത് കളയാതെ, അതിന്റെ കടം കയറ്റി മുടിയാതെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഉത്സാഹത്തോടെ ജീവിക്കാൻ ഇടയാകട്ടെ. അതിനുവേണ്ട എല്ലാ അഭിഷേകത്തിനും കൃപയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ നമ്മുടെ കുടുംബവൃക്ഷത്തെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോയെ ഉത്സാഹം നൽകി, തീഷ്ണത നൽകി, മടിയൊക്കെ മാറ്റി, അലസതയുടെ പിശാചിന്റെ ബന്ധനങ്ങൾ തകർത്തെറിഞ്ഞ്, മടിയുടെ ദുരാത്മാവിനെ വിട്ടെറിഞ്ഞ് കർത്താവെ അങ്ങയുടെ മക്കളെ പോലെ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ മടിയുടെ പിശാചിന്റെ പേരാണെന്ന് പറയാം, ബാല്. എലിയ പറഞ്ഞില്ല, അവൻ ഉറങ്ങിയിരിക്കും. ബാൽ ആ ഒരു മടിയുടെ അരൂപിയൊക്കെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കൂടുതൽ അഭിഷേകത്തോടെ, തീക്ഷ്ണതയോടെ, ഉത്സാഹത്തോടെ നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബവൃക്ഷം ദൈവകൃപയിൽ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഇടയാകത്തക്ക വിധം ഉത്സാഹത്തോടെ ജീവിക്കാനും വളരാനും പഠിക്കാനും എല്ലാം ചെയ്യാനും ഇടയാകട്ടെ. നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മ എല്ലാവരെയും നമ്മുടെ കുടുംബത്തെയും ഉത്സാഹമെന്ന പുണ്യത്തിൽ, അഭിഷേകത്തിൽ വളർത്തട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ജീവനോട് അങ്ങേ സ്തുതിക്കുവാനും ഉണർവോടെ അങ്ങേ തിരുസന്നിധിയിലായിരിക്കുവാനും ഉത്സാഹത്തോടെ ജീവിക്കുവാനും വേണ്ടി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമയം, ആരോഗ്യം, സാഹചര്യങ്ങള് എത്രയോ വലുതാണ് കർത്താവെ. ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ട് സാഹചര്യങ്ങളും സമയവും കഴിവുകളും എല്ലാം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേല്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേല് അങ്ങ് ചൊരിഞ്ഞ കൃപകളെയോർത്ത്, കഴിവുകളെയോർത്ത്, സാഹചര്യങ്ങളെയോർത്ത്, എല്ലാ ശക്തികളെയോർത്ത്, സമയത്തെയോർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടെ ദാനങ്ങൾക്ക് നന്ദിയായി ഞങ്ങളെ തന്നെ തിരുസ്ഥാനത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് ചടങ്ങി ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു യേശുവേ, സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിൽ മരിച്ചു പോയവരെ, അവരുടെ ആത്മാക്കളെ തിരുസ്ഥാനത്തിൽ സമർപ്പിച്ച്
കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. തീഷ്ണതയാലും ഉത്സാഹത്താലും വലിയ ജീവന്റെ സമൃദ്ധിയാലും കർത്താവെ ഞങ്ങൾ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ദിവികാരൻ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനങ്ങളും കഴിവുകളും താലന്തുകളാണ്. 5 കിട്ടിയവൻ 5 കൂടി, 3 കിട്ടിയവൻ 3 കൂടി. ലഭിച്ച സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉത്സാഹത്തോടെ തീഷ്ണതയോടെ ഞങ്ങൾ ജീവിക്കണം, ഫലം പുറപ്പെടുവിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അങ്ങ് കൃഷിക്കാരനാണെന്ന് അങ്ങ് പറഞ്ഞു, ഫലം തേടി വരും. കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ ദാനങ്ങൾക്കനുസരിച്ച് കഴിവുകൾക്കനുസരിച്ച് ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ മക്കളും ഫലം പുറപ്പെടുവിക്കാൻ കടപ്പെട്ടവരാണല്ലോ. അതിനുവേണ്ട ബുദ്ധിയും കഴിവും ആരോഗ്യവും സമയവും സാഹചര്യങ്ങളും എല്ലാം അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈശോയെ, അതെല്ലാം ഓർത്ത് നന്ദി പറയുമ്പോ ഞങ്ങളുടെ കുടുംബവൃക്ഷത്തില്, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തില്, ഞങ്ങളുടെ തലമുറയിൽ വന്നുപോയ അലസതയുടെയും മടിയുടെയും അവസ്ഥയിൽ നിന്ന് വന്നുപോയ വലിയ പാപത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് കർത്താവെ ഞങ്ങൾക്കുണ്ടായ കടങ്ങള് നഷ്ടങ്ങള് ഏറെയാണ്. കർത്താവെ, മടി പിടിച്ചിരുന്നു. പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല, ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്തില്ല, കൃഷി ഇറക്കേണ്ട സമയത്ത് കൃഷി ചെയ്തില്ല. കർത്താവെ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചില്ല, ദേവാലയത്തിൽ പോകാതെ മടി പിടിച്ചിരുന്നു. അങ്ങനെ മടി പിടിച്ച് ഞങ്ങൾക്ക് സ്വീകരിക്കാമായിരുന്ന, സ്വന്തമാക്കാമായിരുന്ന അനുഗ്രഹങ്ങള്, കൃപകള്, സമ്പത്ത്, കർത്താവെ, ഒത്തിരിയേറെ ഫലങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തില്, ഞങ്ങളുടെ മക്കളില്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ കിടക്കുന്ന കടങ്ങള്, ഞങ്ങളുടെ പാരമ്പര്യത്തിൽ കിടക്കുന്ന കടങ്ങള് ഏറെയാണല്ലോ കർത്താവെ. ആ കടങ്ങളുടെ മേൽ കർത്താവെ കരുണയായിരുന്നു. ആ കടങ്ങൾ പുറത്ത് ഞങ്ങൾ അതിൽ നിന്നൊക്കെ മോചിപ്പിച്ച് പുതിയ അഭിഷേകത്തില്, പുതിയ കൃപയില്, പുതിയ ശക്തിയില് ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോ ഈ കടങ്ങളുടെ എല്ലാ മേഖലകൾക്കും കാരണമായ അലസതയുടെ അവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അലസതയുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ പാപങ്ങളും, എല്ലാ കടങ്ങളും, എല്ലാ ശാപങ്ങളും, പിശാചിന് ലഭിച്ച മടിയുടെ ആത്മാവായ പിശാചിന് ലഭിച്ച ആധിപത്യത്തിനും അധികാരത്തിനും ഒരവസാനം കുറിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, ഞങ്ങളുടെ തലമുറയുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വലിയ കരുണയ്ക്കായി ഞങ്ങൾ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. കർത്താവേ, മടിയുമായി ബന്ധപ്പെട്ട എല്ലാ അനന്തര ഫലങ്ങളെയും പൈശാചിക ആധിപത്യങ്ങളെയും എടുത്തു മാറ്റണമേ. ഇത് ഞങ്ങളുടെ കുടുംബത്തില് മക്കൾക്ക് ഭയങ്കര മടിയാണ്. പഠിക്കാൻ മടി, പ്രാർത്ഥിക്കാൻ മടി, ജീവിക്കാൻ മടി. കർത്താവെ, ജീവിക്കാൻ പോലും മടിയുള്ള മക്കൾ, ഭക്ഷണം കഴിക്കാൻ പോലും മടി, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത മക്കള് ഞങ്ങളുടെ കുടുംബങ്ങള്. ഈശോ, അതുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് കടന്നു വന്ന വഴികള്, ചില അരൂപികള്, ചില ആധിപത്യങ്ങള്, ചില ശക്തികള്, ഈശോയെ അങ്ങേക്കെല്ലാം അറിയാലോ. ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള, തലമുറയുടെ മേലുള്ള, ഞങ്ങളുടെ കുടുംബ വൃക്ഷത്തിലുള്ള ഈ മടിയുടെ ദുരാത്മാവിനെ, പൈശാചിക ശക്തികളെ ഞങ്ങൾ ഒരുമിച്ച് യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവേ അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. വലിയ ഉത്സാഹം ഞങ്ങൾക്ക് നൽകണം. പ്രാർത്ഥിക്കാൻ ഉത്സാഹം, പഠിക്കാൻ ഉത്സാഹം, ജോലി ചെയ്യാൻ ഉത്സാഹം, എല്ലാത്തിനും ഉത്സാഹം. തീഷ്ണതയോടെ കത്തിച്ചൊലിക്കുന്ന അഭിഷേകത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു വലിയ അഭിഷേകം പരിശുദ്ധാത്മ ശക്തിയാൽ ഞങ്ങളില്, ഞങ്ങളുടെ കുടുംബത്തില് നിറച്ചനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉന്നതമായ അഭിഷേകത്തിന് വേണ്ടി, ഉത്സാഹത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി, കത്തിച്ചൊലിക്കുന്ന അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. വിശുദ്ധാത്മാവേ, തീ പോലെ ഞങ്ങൾ കത്തിച്ചൊലിക്കണമേ, നദി പോലെ ഒഴുകണമേ. വെറും കാറ്റല്ല കർത്താവേ, കൊടുങ്കാറ്റായിട്ട് വീശണമേ. തീഷ്ണതയിലും ആദ്യം കൂടാതെ
ഉത്സാഹത്തിന്റെ തീഷ്ണതയിൽ നിന്നുകൊണ്ട് കർത്താവേ, അങ്ങയുടെ ജീവിതം ഞങ്ങൾ ജീവിക്കട്ടെ, പഠിക്കട്ടെ, അഭിഷേകം ചെയ്ത ജീവിതം ജീവിക്കട്ടെ, ജോലി ചെയ്യട്ടെ, ഞങ്ങളുടെ ബിസിനസ്സിൽ വളരട്ടെ, പ്രാർത്ഥനയിൽ വളരട്ടെ, ശുശ്രൂഷയിൽ വളരട്ടെ, അഭിഷേകത്തിൽ വളരട്ടെ, ആത്മാവിന്റെ അഭിഷേകത്തിൽ ആളി കത്തിച്ചൊലിച്ച് വളരട്ടെ. ആ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. എല്ലാ മടിയും എല്ലാ അലസതയും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എടുത്തു മാറ്റണം, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം, ഞങ്ങളുടെ മക്കളിൽ നിന്ന് എടുത്തു മാറ്റണം. ഞങ്ങളുടെ മക്കൾ തീക്ഷ്ണതയാൽ ഉത്സാഹത്താൽ എല്ലാം ചെയ്യട്ടെ. അതിനുവേണ്ട വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ അലസതയിലും അടിയിലും ഒത്തിരി നഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടി കർത്താവിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. അവരിലൂടെ നഷ്ടപ്പെട്ട വലിയ സമ്പാദ്യം, നേട്ടം, കൃപ കർത്താവ് ഞങ്ങൾക്ക് നിറച്ചു നൽകിക്കൊണ്ട് കടങ്ങൾ വീട്ടി, കടങ്ങൾ പുറത്ത്, ജീവന സമൃദ്ധിയിൽ ഞങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കണമെന്നും അവർക്ക് അതിലൂടെ നഷ്ടപ്പെട്ടു പോയ കൃപയും ആ ചൈതന്യവും നിറച്ചു നൽകി ശുദ്ധീര ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിരുവാനിടയാകട്ടെ. പിതാവേ, ശോഭിക്കുക കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിന്റെ വലിയ കരുണയ്ക്കായി, തീഷ്ണതയ്ക്കും വലിയ ഉത്സാഹത്തിനും വേണ്ടി പരിശുദ്ധാത്മാഭിഷേകം നമ്മിൽ നമ്മുടെ കുടുംബത്തിലും നിറയപ്പെടാൻ വേണ്ടി വ്യക്തിപരമായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.